തിങ്കളാഴ്ച വാ, ചൊവ്വാഴ്ച വാ, 48 മണിക്കൂർ 24 മണിക്കൂർ നിങ്ങൾ എറണാകുളത്ത് പോകാൻ വാ, കൊല്ലത്ത് വാ, കളക്ടറേറ്റ് വാന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്ന കാരണം ജോലിക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല. 30 വർഷത്തെ ഞങ്ങൾ വാടകയ്ക്ക് കിടക്കുക. 5 സെൻറ്റ് മേടിക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങളിത് കൊടുത്തത്. ഇത്രയും പൈസ 2 കൊച്ചുങ്ങളെയും കൊണ്ട് കൊടുപ്പിച്ചിട്ട് ഞാൻ മാത്രം എന്തെങ്കിലും ചെയ്താൽ എൻ്റെ കൊച്ചുങ്ങൾക്കൊന്നും പറ്റത്തില്ല. കാരണം വെച്ചാൽ എൻ്റെ കൊച്ചുങ്ങളെ നാട്ടുകാർ വെച്ചേക്കത്തില്ല. പലപ്പോഴായപ്പോഴും നമുക്ക് മനസ്സിലായി ഈ രമ്യയെ കൊണ്ട് ലോൺ നടക്കത്തില്ലെന്ന്. ഞാൻ അവരെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ലോൺ നടക്കത്തില്ലെന്ന്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഒരു ലോണുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൊല്ലം ചാത്തന്നൂരിൽ നിന്നും ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന രാജിയും പ്രസന്നകുമാരിയും ഇത്തരത്തിൽ 2 യുവതികളെക്കുറിച്ചാണ് ആരോപിക്കുന്നത്. ആ യുവതികൾ രമ്യയും അനീഷയുമാണ്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് രമ്യയും അനീഷയുമാണ്. ശരിക്കും പ്രധാനമന്ത്രിയുടെ പേരിലുണ്ടായ ആ ലോണുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ ഇവർ ശരിക്കും പ്രതികളാണോ, അല്ലെങ്കിൽ ഇവർ പരാതിക്കാർ പറയുന്ന തരത്തിലുള്ള എന്ത് കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് വാസ്തവം ചെക്ക് ചെയ്യാം. ഏതായാലും എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് രമ്യയും അനീഷയുമാണ്. രമ്യയും അനീഷയും ശരിക്കും ഈ ഒരു വാർത്ത കണ്ടതിന് ശേഷം ഞങ്ങളെ സമീപിച്ചിരുന്നു. രമ്യ, ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തതായിരുന്നല്ലേ? അതെ. ശരിക്കും രമ്യ എന്നെ വിളിക്കുമ്പോൾ വളരെയധികം വേദനയോടുകൂടി തന്നെയാണ് സംസാരിച്ചത് പല കാര്യങ്ങളും. അപ്പോൾ ഈ വാർത്തയിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ വാസ്തവമല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ശരിക്കും എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അത് നിഷേധിക്കുന്നത്? വാസ്തവമല്ലെന്ന് പറയുന്ന കാരണം പ്രധാനമന്ത്രിയുടെ ലോൺ ഞങ്ങൾ രണ്ടുപേരും 8 വർഷം കൊണ്ട് കൺസൾട്ടിങ് ഏജൻസി നടത്തിക്കൊണ്ടിരിക്കണം. അനീഷയും രമ്യയും. അത് ഞങ്ങൾ കൊറോണയ്ക്ക് മുമ്പ് ഞാൻ കൊല്ലത്ത് ഓഫീസ് ഉണ്ടായിരുന്നു. കൊറോണയ്ക്ക് ശേഷം പിന്നെ നമ്മൾ ഒരുപാട് ബിസിനസ് പൊളിഞ്ഞ് എല്ലാം ആയപ്പോഴത്തേക്ക് നമുക്ക് ഓഫീസില്ല. നമ്മൾ വീടുകളിൽ തന്നെ ഓരോരുത്തരും നമ്മളെ സമീപിക്കും. ഞങ്ങൾ ചെറിയ ചെറിയ മൈക്രോ ഫിനാൻസ് ലോണുകൾ എടുത്ത് കൊടുത്ത് അവർക്ക് കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഗ്രൂപ്പ് വ്യവസായിക ലോണുകൾ, പ്രോപ്പർട്ടി ലോണുകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 5 മാസത്തിന് മുമ്പ് ഞങ്ങൾ കുറേ നമ്പേഴ്സ് ഇങ്ങനെ ആൾക്ക് കിട്ടുന്നവർ പറയും, നമ്പർ ലോൺ കിട്ടുന്നവർ ഞങ്ങൾക്ക് പറയുന്ന അങ്ങനെ അനുസരിച്ചാണ് നമ്മളെ സമീപിക്കുന്നത്. അങ്ങനെ പ്രസന്നകുമാരി അമ്മ എന്ന് പറഞ്ഞാൽ ചേച്ചി കൊട്ടിയത്ത് വെച്ച് കണ്ട് നിങ്ങൾക്കെതിരെ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് ആ ചേച്ചി കൊട്ടിയത്ത് കണ്ടിട്ട് എന്നെ കണ്ട് നമ്പർ വാങ്ങിച്ചു സംസാരിച്ചു. നമ്പർ വാങ്ങിച്ചുകൊണ്ട് പോയി എന്നെ പിന്നെ ലോണിനുമായിട്ട് ബന്ധപ്പെട്ട് ആരോ പറഞ്ഞറിഞ്ഞ് കൊട്ടിയത്ത് വെച്ച് യാദൃച്ഛികമായിട്ട് കാണുന്നതാണ്. അപ്പോൾ നമ്മളൊരു കൂട്ടിമുട്ടെന്ന് വെച്ചാൽ ഞാനും ആ ചേച്ചിയും കൂടെ നടന്നു വരുമ്പോൾ ചെന്ന് ഇടിക്കുമോ ഇങ്ങനെ തിരിഞ്ഞ് വീണിട്ട് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചിട്ട് അതിന് നമ്പർ എനിക്ക് എന്താ വെച്ചാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ നമ്പർ വാങ്ങിച്ചുകൊണ്ട് പോയി. വന്നിട്ട് വിളിച്ചിട്ട് എന്നോട് എനിക്ക് കാണണമെന്ന് പറയും. ലോണിൻ്റെ കാര്യം പറഞ്ഞ് പ്രസന്നകുമാരി അമ്മ, രാജിമോൾ, ഇവർക്ക് 2 പേർക്കും പ്രധാനമന്ത്രിയുടെ അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തണം. അവർ നാട്ടിൽ കുവൈറ്റിൽ നിൽക്കുന്ന വ്യക്തികളായിരുന്നു. അവർ കുറേ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് അവരുടെ മകൾക്ക് ജോലിയില്ല, മകൻ അവിടെ ജോലിയില്ലാതെ അലയുവാണ്. അതുകൊണ്ട് അവർക്ക് ഇവിടെ എന്തെങ്കിലും ബിസിനസ് സംബന്ധമായി തുടങ്ങണം, ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് കാറ്ററിംഗ് യൂണിറ്റ് നടത്തണമെന്ന് പറഞ്ഞാണ് സമീപിക്കുന്നത്. അപ്പോൾ വ്യവസായിക ലോണാകുമ്പം അതിനകത്ത് 1 കോടി രൂപ വരെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പക്ഷേ 60% മിഷനറീസ്, 40% വർക്കിംഗ് ക്യാപിറ്റലും. ഇതൊന്നും ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്ക് ബാങ്കോ ബോർഡോ തന്നിട്ടില്ല. പക്ഷേ ഒരു പ്രൈവറ്റ് ഏജൻസി എന്ന നിലയിൽ ഇടനിലക്കാരെന്നത് പ്രോജക്റ്റൊക്കെ ചെയ്ത് കൊടുത്ത് നമ്മൾ അതിൻ്റെ കമ്മീഷൻ വ്യവസ്ഥ നമ്മൾ ചെയ്തു പോകുന്നു. അതിൻ്റെ ലൈസൻസാണ് നമുക്കുള്ളത്. അങ്ങനെ സമീപിച്ച് ഞങ്ങൾ പറഞ്ഞു ഓക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രോസസ്സിങ് ഫീസായിട്ട് കുറച്ച് എമൗണ്ട് ഞങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. അക്കൗണ്ട് വഴിയാണ് കൈപ്പറ്റിയിട്ടുള്ളത്. എത്ര രൂപ വരെ കൈപ്പറ്റി? 4,11,000 രൂപ കൈപ്പറ്റി. എന്താണ് ഈ ഇത്രയും നിങ്ങളുടെ ഒരു പ്രോസസ്സിങ് ഫീസ് ഇത്രയും എന്ന് വെച്ചാൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 10 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ചെയ്യുമ്പം അതിന് 25,000 രൂപയാണ് പ്രോജക്റ്റ് ഓഫീസർക്ക് കൊടുക്കേണ്ടത്. സെയിൽ ടാക്സ് ഓഫീസറെ കൊണ്ട് ചെയ്യാൻ പറ്റും പ്രോജക്റ്റ്. അങ്ങനെ 4-5 പിന്നെ ഏകദേശം ഒരു 2-3 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ചെയ്തിട്ട് പിന്നെ പോകുന്ന GST ബില്ല്, ടാക്സ് ബില്ല് എടുക്കണം. അതിൻ്റെയൊക്കെ ടാക്സ് അടച്ചെങ്കിലേ കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അങ്ങനെയുള്ള പ്രോസസ് ഫീസായിട്ട് അതിനിടയ്ക്ക് ലോൺ നടന്നുകൊണ്ടിരുന്ന സമയത്ത് പ്രസന്ന ചേച്ചി പറഞ്ഞ് മകന് ജോലിയില്ല, മകനെയും കൂടെ നാട്ടിൽ വരുത്താം, നമ്മൾ ബിസിനസ് തുടങ്ങണം. മകൻ അവിടെ ജോലിയില്ലാതെ എൻ്റെ മകൻ അവിടെ കിടന്ന് അനുഭവിക്കുകയാണ്, ഇനി അവിടെ കാര്യമില്ല. അപ്പോൾ പിന്നീട് ഞങ്ങൾ അറിഞ്ഞ് പ്രസന്ന ചേച്ചിക്ക് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, വിസ ആളുകൾ PMAGP ലോൺ പ്രോഗ്രസ്സുമായിട്ട് ഇവർ നമ്മളെ സമീപിക്കുന്ന സമയത്ത് അവർക്ക് രാജ്മോൾക്ക് മാത്രമാണ് നമ്മൾ ലോൺ വെക്കുന്നത്. ആദ്യം പ്രസന്നകുമാരി അമ്മയ്ക്ക് വെച്ചപ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് ഇത്ര പേർക്ക് ലോൺ കൊടുക്കാം. നമ്മൾ ആദ്യം പ്രസന്നകുമാരി അമ്മയ്ക്കാണ് വെച്ചിട്ട് ഏജും സിവിലും ഇല്ലാത്തത് കൊണ്ട് ക്യാൻസലായിപ്പോയി. രണ്ടാമത് രാജ്മോൾക്കും രാഹുലിനും വേണ്ടി, ആ 2 പേർക്കും വേണ്ടി മാത്രമേ ഞങ്ങൾ വെച്ചിട്ടുള്ളൂ. ഈ 4 ലക്ഷം രൂപ അവർ ഞങ്ങളെ തന്നിട്ടുണ്ട്. അക്കൗണ്ട് വഴിയാണ് വാങ്ങി. ഇത് പൈസ മേടിക്കുന്നത് 12,000 രൂപ, 11,000 രൂപ, 15,000 രൂപ, 5,000 രൂപ, അങ്ങനെയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഈ 6 മാസം കൊണ്ട് അങ്ങനെ തന്നെയാണ് വാങ്ങിയതിൻ്റെ തെളിവ് കൃത്യമായി അക്കൗണ്ടിൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ ഒരു 3 മാസം മുന്നേ എന്നെ പല ആൾക്കാരും ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് ലോൺ റെഡിയായോ അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്തുവാ ലോണ്? ഞാൻ നിങ്ങൾക്ക് ആർക്കും ലോൺ ചെയ്തിട്ടില്ല, ഞാൻ രാജ്മോൾക്കും രാഹുലിനും മാത്രമേ ലോൺ ചെയ്തിട്ടുള്ളൂ, എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ല. പക്ഷേ ആ ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് പലരുടെ കയ്യിൽ നിന്നും, ഞങ്ങളിൽ അതിന് പലരുടെയും ഫോൺ വിളിച്ച തെളിവുകളും റെക്കോർഡുകളും എല്ലാം ഉണ്ട്, പലരുടെ കയ്യിൽ നിന്നും പ്രസന്നകുമാരി അമ്മയും രാജ്മോളും രാഹുലും ചേർന്ന്
പലരുടെ കയ്യിൽ നിന്നും ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നും 1 ലക്ഷം രൂപ 50,000 രൂപ എന്നെ വിളിച്ചവരുടെ തന്നെ ഏകദേശം ഒരു 10-12 ലക്ഷം രൂപയോളം അപ്പോഴേ തന്നെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പേടിയായി. കാരണം സംരംഭകം നടത്താൻ വേണ്ടിയാണ് ലോൺ. സംരംഭകം നടത്തിയെങ്കിൽ അവർക്ക് അതിനകത്ത് ലാഭം കിട്ടി അവർക്ക് ലോൺ അടയ്ക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ പ്രസന്നകുമാരി അമ്മയെ ബന്ധപ്പെട്ട് തിരിച്ച് വിളിച്ചിട്ട് വെച്ചാൽ എന്താണ് കാര്യം, ഈ ആൾക്കാരെല്ലാവരും ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് പ്രസന്നകുമാരി അമ്മ ഞങ്ങളോട് പറയുന്നത്, അത് എനിക്ക് ജോലിയില്ല, മകൾക്ക് ജോലിയില്ല, മകന് ജോലിയില്ല, അത് ഞങ്ങൾ ലോൺ കിട്ടുമ്പോൾ ഇതൊക്കെ അവർക്ക് അങ്ങ് തിരിച്ചു കൊടുത്തോളും. അപ്പം ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾക്ക് വരുമാനം വേറെയില്ല. ഇപ്പോൾ തൽക്കാലം അങ്ങനെ പൈസ വാങ്ങിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പം ഞാൻ രമ്യയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, രമ്യ ഇത് നമ്മൾക്ക് പറ്റില്ല. കാരണം അവരിങ്ങനെ ബാധ്യതകൾ വരുത്തി വെച്ച് ലോൺ അടയ്ക്കാതെ വന്ന അവസാനം ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. കാരണം ലോൺ അടച്ചില്ലെങ്കിൽ പിന്നീട് ഈ ഫീൽഡിൽ നിന്നും ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് അറിഞ്ഞൂടാത്ത എൻ്റെ വീട്ടിൽ എനിക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് ആൾക്കാർ തിരക്കി വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, ഞങ്ങൾ രാജിക്കും രാഹുലിനും മാത്രമേ ലോൺ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ ലോൺ ചെയ്യുന്ന പ്രോഗ്രസ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഇവർക്ക് കാശുകൾ തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 3 ലക്ഷം രൂപയോളം ഞങ്ങൾ കയ്യിലും അക്കൗണ്ട് വഴിയായിട്ട് കയ്യിൽ ഇത്തരം ഒരു വലിയ പ്രശ്നത്തിൽ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് കയ്യിൽ കൊടുത്തത്? അതിന്റെ എന്തെങ്കിലും ഒരു ഫോട്ടോകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. സൗഹൃദപരമായിട്ട് ഇവരെ മുമ്പോട്ട് പോയിക്കൊണ്ടപ്പോൾ ഇവരുടെ ഈ വീണ്ടും എന്നെ നിർബന്ധിച്ച് പറയുന്നു. എന്നോട് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കും വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എനിക്ക് പൈസ 5 പേരെ തരണം, ഗൾഫിൽ സൂപ്പർ മാർക്കറ്റിൽ പോകാനും മകൻ രാഹുൽ പോകുന്നുണ്ട്, 40,000 രൂപ വെച്ച് വരെ വാങ്ങിച്ചിട്ട് 5,000 രൂപ നീ അങ്ങെടുത്ത് ബാക്കി 30,000 പാസ്പോർട്ടും കൊടുക്കാൻ എന്നെ വിളിച്ച് പ്രസന്നകുമാരി ചേച്ചി പറഞ്ഞു. അപ്പോഴും ഞാൻ അനീഷയെ വിളിച്ചിട്ട് പറഞ്ഞു, അനീഷ അവർ വീണ്ടും അത് തുടങ്ങുകയാണ്, നമുക്ക് പറ്റുന്നത്, നമ്മൾ ഇതിനകത്ത് നാളെ വലിയ കേസിൽ പ്രതികളായി പോകും, നമുക്ക് ഫാമിലിയും കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അഡ്വക്കേറ്റിനെ. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ 8 വർഷത്തെ നിങ്ങളുടെ സർവീസിനിടയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണോ ഇങ്ങനെ അനുഭവം? ഇത് അത് വളരെ അതുമാത്രമല്ല, ഇവർക്ക് ഇത്രയും ബാധ്യതയുണ്ടെന്നും ഇവരൊക്കെ 20ഓളം കേസുകളുണ്ടെന്നും പരവൂര് പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾ ഈ 3 മാസം മുന്നെയാണ് അറിയുന്നത്. അതിനു മുന്നേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഈ രാജ്മോൾ എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങളോട് പറഞ്ഞത് ഇവർക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, അതുകൊണ്ട് നമ്മളടുത്ത് വന്നതിന് വിഷമം പറയുമ്പോൾ പലരെയും ഈ ഒരു 3-4 മാസം കൊണ്ട് പലരെയും ഫോണിൽ വിളിച്ച് ഞങ്ങൾ ഇവർക്ക് അവധി പറഞ്ഞിട്ടുണ്ട്. സാഹചര്യം അവധി പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഒരാളുണ്ട്, തമിഴ്നാടുമായി ലോൺ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ തമിഴ്നാട്ടിലും എറണാകുളത്തും അങ്ങനെ പലയിടത്തായിട്ട് നിങ്ങൾ കൊണ്ടുപോയി. എറണാകുളത്തൊന്നും പോയിട്ടില്ല. ഇവർക്ക് പൈസ കൊടുക്കാനുള്ള ഒരാളോട് ഞങ്ങൾ വന്ന് അവധി പറയണമെന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇവര് കാറിൽ കൊണ്ടുപോയായിരുന്നു. ആ വ്യക്തിയോട് അവധി ജ്വല്ലറിയിൽ എപ്പോഴാണ് കൊണ്ടുപോയത്? ജോയ്സ് ജ്വല്ലറിയിൽ. ഞങ്ങൾ ചിന്നക്കടയിൽ ജ്വല്ലറി കൊണ്ടുപോയിട്ടില്ല. ഞാൻ ചിന്നക്കടയിൽ നിൽക്കുന്ന സമയത്താണ് പ്രസന്ന എന്നെ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, അനിഷ എവിടെ നിൽക്കുക? ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ കൊല്ലത്ത് നിൽക്കുക, ഞാനൊരു ഫംഗ്ഷന് വേണ്ടി ഒരു ചെറിയ മോതിരം ഒരാൾക്ക് എടുക്കാൻ വന്ന് നിൽക്കുക, എങ്കിൽ ഞങ്ങളിത് അങ്ങോട്ട് വരുന്നു, കണ്ട് അവിടെ വന്നൊന്ന് സംസാരിച്ചിട്ട് എനിക്ക് അത്യാവശ്യം. അപ്പം ഞാൻ കടയിൽ നിന്നതുകൊണ്ട് ആ ചേച്ചി അവിടെ വന്നു അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ജ്വല്ലറിയിലായിരുന്നു, ജൂവലറിയുടെ ഫ്രണ്ടിൽ, ഞാൻ അകത്ത് നിൽക്കുമായിരുന്നു, അവർ പുറത്ത്. ജ്വല്ലറിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയെന്നോ അവിടുത്തെ ഓണറുമായി സംസാരിപ്പിച്ച് ധാരണ ഉണ്ടാക്കിയെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. മേഡം എന്തിനാണ് ഒരു ലോൺ എടുക്കുന്നു? ലോണിന് വേണ്ടി ജ്വല്ലറിയിൽ കൊണ്ടുപോകേണ്ട കാര്യം. ഞാൻ അവിടെ നിന്ന സാഹചര്യത്തിൽ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് എന്നതിൽ കള്ളത്തരമില്ല. ഞാൻ പറഞ്ഞ ചേച്ചി ഞാൻ ജ്വല്ലറിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നില്ല്, ഞാൻ എന്താ വരുന്നതുകൊണ്ട് അവർ കാറിലാണ് വന്നത്. അവിടെ നിന്ന് സംസാരിച്ച് അപ്പോഴേ കാറിൽ ഞാൻ അവരുടെ കൂടെ വന്ന് അവരെന്നെ എൻ്റെ വീട്ടിലാക്കുകയും ചെയ്തു. അത് ജ്വല്ലറിയിൽ ഞാൻ അവരെ സ്വർണ്ണം എടുക്കാൻ കൊണ്ട് ഞാൻ കള്ളക്കടത്ത് നടത്തുന്നു. ഞാൻ എന്തിനാ അവർക്ക് സ്വർണ്ണം എടുത്ത് കൊടുക്കുന്നത്? ഒരു ലോജിക്ക് വേണ്ടി പറയുന്നത്. തമിഴ്നാട്ടിൽ അവർ പൈസ കൊടുക്കാനുള്ളൊരു വ്യക്തിയോട് ഞങ്ങൾ ചെന്ന് അവധി പറയണം, എങ്കിലേ അവർക്ക് നിൽക്കാൻ പറ്റൂ. രാഹുലിന്റെ വണ്ടി അവരുടെ കാറിൽ ഞങ്ങളെ വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് പോവുകയായിരുന്നു അവർ ചെയ്തത്. അതുപോലെ അവർക്ക് കടം കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ് ഏകദേശം ഞങ്ങളുടെ എഴുതി തന്നിട്ടുണ്ട്. പലവരുടെ കയ്യിലും ഞങ്ങൾ വിളിച്ച് അവധി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവർക്കൊരു സൗഹൃദത്തിൽ, കാരണം ഇത്രയും നാളെ അറിയാമല്ലോ, കാരണം അവർക്ക് ലോൺ റെഡിയായി കഴിഞ്ഞാൽ ബാധ്യത തീർക്കാമല്ലോ. പക്ഷേ അവർ ഇത്രയും ലക്ഷം രൂപയുടെ ബാധ്യത വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായ സമയത്ത് ഞങ്ങളിത് ഫ്ലോപ്പ് ചെയ്തു. ഞങ്ങൾ പിന്നീട് ആരെയും വിളിച്ച് പറയുന്നത് ഒഴിവാക്കി. അവർ മാനസികമായി ഞങ്ങൾ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പൈസ, നിങ്ങളുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? ഞങ്ങളുടെ അവസ്ഥ, സമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ മാനം കെട്ടു, ചെയ്യാത്ത തെറ്റിന് ഞങ്ങൾ പഴി കേട്ടു. അവർക്ക് 40% പൈസ കൊടുത്തു തീർന്നു. 2 പെൺമക്കൾ അമ്മമാരാണ് ഞങ്ങൾ. മാഡം, ഈ പൈസ കൊടുക്കാനായിട്ടാണ് ഇവരെ എഗ്രിമെന്റ് വെച്ചത്. 5-ാം തീയതി ഏപ്രിൽ 5-ാം തീയതി ഇവർക്ക് ബാലൻസ് എമൗണ്ട് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവർ അഡ്വക്കേറ്റ് ഓഫീസിൽ എഗ്രിമെന്റ് വെച്ചു. ഏപ്രിൽ 5-ാം തീയതി രാവിലെ തന്നെ പ്രസന്നകുമാരി അമ്മയും 2 ചേച്ചിമാരും കൂടെ അനീഷയുടെ വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോൾ ചേച്ചി 2 സമയം കൊടുത്തണം, പൈസയില്ലേ നമുക്ക് ബാക്കി 1 ലക്ഷം രൂപ കൊടുക്കാണ്, ആദ്യത്തെ 2 ദിവസം തരണമെന്ന് പറഞ്ഞ് പോയി. തിങ്കളാഴ്ച 7-ാം തീയതി രാവിലെയാണ് ഇവരെ വിളിച്ചിട്ട് പൈസയൊക്കെ റെഡി ആയിരിക്കണം, നമുക്ക് എന്തായാലും ഒരു അക്കൗണ്ട് നമ്പർ തരാൻ പറയുമ്പോൾ അക്കൗണ്ടിലൊന്നും പൈസ ഇടാൻ പറ്റില്ല. കാരണം അവർ അക്കൗണ്ട് അല്ല, ഇവർ ബൗൺസ് ആയിട്ടുണ്ട്, അക്കൗണ്ട് എല്ലാം ബൗൺസ് ആയി. നേരെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബൗൺസ് ആയതുകൊണ്ട്
അക്കൗണ്ട് എന്നിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും, കൊല്ലത്ത് വരാൻ പറഞ്ഞു. കൊല്ലത്ത് വന്ന് രാഹുലിനെ കൊണ്ടൊരു അക്കൗണ്ട് എടുപ്പിച്ച് അക്കൗണ്ട് നമ്പറുമായിട്ട് ബാക്കി പൈസ ഞങ്ങളൊരു കാര്യം ചെയ്യും, സമാധാനത്തിൽ നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാമെന്നും പറഞ്ഞ് രാഹുലിനോട് പറഞ്ഞ് ചേച്ചിയും ഇവർ കൊല്ലത്ത് രാഹുലും രാജീവ് മോളും പ്രസന്നകുമാരും വേറെ 2 ദിവസം കൊണ്ട് കൊല്ലത്ത് ഒരു ഗണോദയം ഇപ്പുറത്തോട്ട് പാർക്കിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാഹുലിനെയും കൊണ്ട് അക്കൗണ്ടൊക്കെ എടുത്ത് തിരിച്ചുകൊണ്ട് രാഹുലിനോട് അക്കൗണ്ട് എടുത്തത്. കാരണം ഞങ്ങൾ 70,000 രൂപയോളം ഇവർക്ക് കൊടുക്കാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടി. കാരണം അവരുടെ അക്കൗണ്ടിൽ ഇട്ടാൽ പിടിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അക്കൗണ്ട് വഴി അപ്പോഴും പൈസ അയച്ചു കൊടുത്തിട്ടാണ് രാഹുലണ്ണൻ അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് രാഹുലണ്ണൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് എന്നിട്ട് പറഞ്ഞ ഒരു കാര്യം സംസാരിച്ചിട്ട് ഞങ്ങൾ പുറകെ ഒരു ഓട്ടോയിൽ വരാൻ പറയും. ഞാനും അനീഷും കൂടെ ഗണപതി അമ്പലത്തിന് മുന്നോട്ട് നടക്കുവാണ്. നടന്നൊരു ഓട്ടോയിൽ കയറാന്നിട്ട് രാഹുൽ എന്താണ് പറയുന്നത് പോലും കേൾക്കാൻ തയ്യാറ്. രാജിമോൾ ഓടി വന്ന് എന്നെ ഓട്ടോയിൽ നിന്ന് പിടിച്ച് വലിച്ചങ്ങിട്ട് തറയിലങ്ങ് വീണ് അവിടെ നിന്ന് പോലും ഇല്ല പൂവെടുക്കണമൊക്കെ വലിച്ചിഞ്ഞെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അവർ നല്ല ശക്തമായ ഒരു സ്ത്രീയാണ്. വലിച്ചെടുത്തിട്ട് നീ എവിടെ പോകുന്നുണ്ട് ഈ കള്ളി എന്ന് പറഞ്ഞ് ചെവുക്ക് എൻ്റെ കണ്ണ് നോക്കിയാടി. അപ്പോൾ ആളുകളെല്ലാം കൂടി ഈ കൊച്ചു ഓടിപ്പോയി പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഞാൻ ഓടി രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാനായിട്ട് ഞാൻ അവിടെ നിന്ന് ഓട്ടോ കയറി. അപ്പോഴാണ് രമ്യ എൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നത്, അങ്ങനെ നീ സ്റ്റേഷനിൽ പോകേണ്ട വീട്ടിലോട്ടും അവർ എന്നെ കൊണ്ട് അവിടെ. അപ്പോൾ വലിച്ചപ്പോൾ ആൾക്കാർ കൂടുമ്പം കുറച്ച് ഫ്രണ്ടും വേറൊരു ഓട്ടോ അമ്മയും മോളോട് കൈ കാണിച്ച് ആ ആട്ടക്കകത്ത് കയറ്റിയിട്ട് ഈ 3 പേരും കൂടെ ഇതേ ചെറിയൊരു ആട്ട് ആ കയറിയിരിക്കുക ചേർന്ന് വെച്ചേക്ക് എന്നെ ചേർത്ത് പിടിച്ച് വെച്ചിട്ട് തല ഇവിടെ ചെവ് കുറ്റൊറ്റ അടിച്ചിട്ട് ഞാൻ പറഞ്ഞ് എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത് നിങ്ങളെ. അപ്പോഴും ഞാൻ അനീഷൻ വിളിയടി അവളെ വിളിയടി ചീത്തയാണ് പറഞ്ഞത്, മൊത്തം പന്ന ചീത്ത വിളിയടി അവളെ വിളി കള്ളി വിളിയടി. അങ്ങനെ ഞാൻ കൊച്ചിൻ്റെ പറഞ്ഞു എവിടെ പോയി ആൾ. അതിനെപ്പുറം ഞാൻ വീട്ടിൽ പോയി ഇവരെ വീട്ടിൽ. ആ സമയത്ത് പ്രസന്നകുമാരി അമ്മ അവർ കൊടുക്കാനുള്ള സർവ്വ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അവിടെ വിളിച്ചു വരുത്തി. അങ്ങനെ എന്നെ പിടിച്ച് വലിച്ചഴച്ച് വീട്ടിനകത്തോട്ട് കയറ്റി. ആ മർദ്ദനത്തിന്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. വീഡിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ ഒരു കേസിൽ ഇപ്പോൾ നിലവിൽ ഇവർ പ്രതികളായിരിക്കുകയാണ്. ചാത്തന്നൂർ സ്റ്റേഷനിൽ ഇപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു കേസ് നിലനിൽക്കുന്നു. അപ്പോൾ ഏതായാലും ഇവരുടെ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രാജിയും പ്രസന്ന മോളും ശരിക്കും ഞങ്ങളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഭാഗമാണ് കേട്ടത്. ഇനി ഏതായാലും ഇവരുടെ ഭാഗം ജയിക്കുന്നത് വരെ, വിധി എന്ത് തന്നെ ആയാലും ജയിക്കുന്നത് വരെ കോടതിയിൽ സമീപിക്കാനാണല്ലേ നിങ്ങളുടെ തീരുമാനം? കോടതി ഞങ്ങൾ സമീപിക്കാൻ തീരുമാനം ഞങ്ങളുടെ പക്ഷത്ത് ന്യായമുള്ള സ്ഥിതിക്ക് നിയമം എന്തായാലും സംരക്ഷിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ച ഈ രമ്യയും അനീഷയും നിയമസഹായത്തിനോ കോടതിയെ സമീപിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. കാരണം പോലീസിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉന്നതരിൽ നിന്നോ ഒക്കെ കിട്ടുന്ന ഇവരുടെ വലിയ രീതിയിലുള്ള ഇവർക്കെതിരെയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇവർ ഞങ്ങളോട് തുറന്നു പറഞ്ഞത്. ഏതായാലും ഇവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അവിടെ നിന്നെങ്കിലും ഇവർക്ക് നീതി ലഭിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിത്സൻ, വിസ്മയ.